മുരിങ്ങയില നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. മുരിങ്ങയില ഇതുപോലെ ചാറുകറി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. ഉച്ചയൂണിന് അടിപൊളി ഒരു ഒഴിച്ചു കറിയാണ് ഇത്. ഹെൽത്തി ആയ ഒരു കറിയാണ്. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മുരിങ്ങയിലക്കറിയുടെ ചേരുവകളും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് മുരിങ്ങയില, എൻ്റെ കൈപ്പിടിക്ക് 2 പിടി മുരിങ്ങയില എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു 15ഓളം ചുമന്നുള്ളി, 5 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില, വെള്ളം. ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരപ്പിനായിട്ട് 2 ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പകുതി മുളക് പൊടി, ചുവന്നുള്ളി അത് ഞാനൊന്ന് മുറിച്ച് വെച്ചെടുക്കുവാണ്, വെളുത്തുള്ളി അല്ലി, വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും ചേർക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. അതുപോലെ ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് വാടി വരണം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ഈ കൂടത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. മുരിങ്ങയില ആയേണ്ടത് പെട്ടെന്ന് വാടി വരും. മുരിങ്ങയില എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് മൂത്ത് വരണം. മുരിങ്ങയില നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ അതും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഗ്രേവിക്ക് ഇതുപോലെ വെള്ളം, അപ്പോഴത്തേന് അല്പം വെള്ളം കൂടെ ചേർക്കണം. ഇതിന് നമുക്ക് എന്തോരം ഗ്രേവി ആവശ്യമുണ്ടോ അതിനുള്ള വെള്ളം ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം എന്തേ കുറച്ച് ഒരു ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ചിട്ട് ഒരു 2-3 തിള വന്നാൽ മതി. ഒത്തിരി തിളച്ച് പോകണ്ട. മുരിങ്ങയിലയൊക്കെ നമ്മൾ വഴറ്റിയപ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് മതി. വളരെ ഹെൽത്തിയായ മുരിങ്ങയില ചാറുകറി റെഡിയായി. ഊണിന് പറ്റിയ ഒരു കറിയാണ്. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഉച്ചയൂണിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് മുരിങ്ങയില ചാറുകറി. മുരിങ്ങയില നിങ്ങൾക്ക് കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ രുചികരവുമാണ്, ഹെൽത്തിയുമാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.